ഹായ് ഫ്രണ്ട്സ്, SCERT കില്ലറിന്റെ മറ്റൊരു മാത്സിന്റെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് SCERT സെഷനിൽ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാഠമാണ്. 6ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമാണ് വ്യാപ്തം. അപ്പം ഇതിൽ വോളിയം അല്ലെങ്കിൽ വ്യാപ്തത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പാഠം PDF നിങ്ങൾക്ക് 2 ദിവസം മുന്നേ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അത് വായിച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും തിയറി അടക്കം പഠിച്ച് മുന്നോട്ട് പോവാം. അപ്പൊ ഇന്നത്തെ SCERT കില്ലർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ ഈ പാഠത്തിൽ എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ ഈ ഒരു പാഠത്തിൽ മെയിൻ ആയിട്ട് ഒരു കാര്യമേ ഉള്ളൂ, ചതുരക്കട്ട. 3Dയിൽ നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും ആദ്യം എല്ലാവരും പഠിക്കാൻ തുടങ്ങുന്ന ഒരു ഫിഗറാണ് ചതുരക്കട്ട അല്ലെങ്കിൽ ക്യൂബോയിഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ചതുരക്കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു കാർഡ്ബോർഡിന്റെ ബോക്സ്, ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം കാർഡ്ബോർഡ് ബോക്സ്. അതുപോലെയുള്ള ഒരു റെക്റ്റാങ്കിൾ ബേസ്ഡ് ഷേപ്പാണ്, നമുക്ക് എന്ത് ചതുരം ബേസ് ചെയ്തിട്ടുള്ള ഒരു 3D ഷേപ്പാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു റൂം ആണെങ്കിൽ ആ റൂം നമുക്ക് പറയാം ഒരു ക്യൂബോയിഡ് ആണ് അല്ലെങ്കിൽ ചതുരക്കട്ടയാണ് എന്ന് പറയാം. കാരണം ആ റൂമിന് എന്തൊക്കെയുണ്ട്, ഒരു നീളമുണ്ട്, ഒരു വീതിയുണ്ട്, ഒരു ഉയരമുണ്ട്. അപ്പൊ ഇതുപോലെ 3 ഡയമെൻഷൻസ് ഉള്ളതിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഗറാണ് ചതുരക്കട്ട അല്ലെങ്കിൽ ക്യൂബോയിഡ്. അപ്പൊ ഇവിടെ ടെക്സ്റ്റിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് ചതുരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ നീളം, അതിന്റെ വീതി, അതിന്റെ ഉയരം ഇവയുടെ ഗുണനഫലമാണ്. അപ്പൊ നീളം L, വീതി B, ഉയരം H ആണെങ്കിൽ വോളിയം വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താണ്, L × B × H ആയിരിക്കും. L × B × H, നീളം × വീതി × ഉയരം. അപ്പൊ ഈ ഒരു ചതുരക്കട്ടയുമായി ബന്ധപ്പെട്ട് 2-3 ഇക്വേഷൻസും കൂടെ ആക്ച്വലി നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഈ ഒരു പാഠത്തിൽ നമുക്ക് വോളിയം മാത്രമേ പറയുന്നുള്ളൂ. ആവശ്യമുള്ള ഇക്വേഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ്, ഒന്ന് വോളിയത്തിന്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഉപരിതല വിസ്തീർണം, സർഫസ് ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ. സർഫസ് ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ 2 × LB + BH + LH. ഇവിടെ 6 ഫേസുകളുണ്ട്, 6 ഭാഗങ്ങളുണ്ട്. ഈ 6 ഭാഗത്തിന്റെയും കൂടെ ഏരിയ, അതിന്റെ പുറത്തുള്ള ഒരു കാർഡ്ബോർഡിന്റെ ബോക്സ് ആണെങ്കിൽ ആ കാർഡ്ബോർഡ് മെറ്റീരിയൽ എത്ര ഏരിയ ഉണ്ടാവും, അതാണ് 2 × LB + BH + LH. അതുപോലെ ഇതിന്റെ ഡയഗണൽ, ലോങ്സ്റ്റ് ഡയഗണൽ അല്ലെങ്കിൽ ലോങ്സ്റ്റ് വികരണം, ഏറ്റവും നീളം കൂടിയ ഇതിനുള്ളിൽ വെക്കാൻ പറ്റുന്ന വടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷനും ഉണ്ട്, √L² + B² + H². തൽക്കാലം ഇപ്പൊ എഴുതി വെക്കാം. നമുക്ക് ഇന്നത്തെ SCERT സെഷനിൽ ഈ ഒരു ഇക്വേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ വശങ്ങളും തുല്യമായാൽ സമചതുരക്കട്ട എന്ന പേരിലായിരിക്കും അത് അറിയപ്പെടുന്നത്. ക്യൂബോയിഡ് എന്നുള്ളത് ക്യൂബായിട്ട് മാറും, സമചതുരക്കട്ട. അപ്പൊ ഇവിടെ എന്താണ് വ്യത്യാസം, നീളം, വീതി, ഉയരം ഇവയെല്ലാം തുല്യമാവും. എല്ലാം L × B × H എന്നുള്ളതിൽ എല്ലാം A ആയിട്ട് മാറും. അപ്പൊ ഇവിടെ വോളിയം എത്ര, A³ A ആയിരിക്കും. ഇവിടെ സർഫസ് ഏരിയ എത്ര എന്ന് വെച്ചാൽ 6A² ആയിരിക്കും. ഇവിടെ ഡയഗണലിന്റെ നീളം എത്ര എന്ന് വെച്ചാൽ √3A ആയിരിക്കും. ഈ 3 ഇക്വേഷൻസും നമുക്ക് ആവശ്യമുണ്ട്. ഇന്നത്തെ SCERT സെഷനിൽ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ഒന്ന് ഇത്. പിന്നെ ഒരു കാര്യം കൂടി ഈ ടെക്സ്റ്റിൽ ഈ ഭാഗത്തിൽ പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവയുടെ യൂണിറ്റുകൾ. ഈ ഒരു വോളിയം കാണുമ്പോൾ നമുക്ക് ഏതൊക്കെ യൂണിറ്റുകൾ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ വോളിയം നമുക്ക് നോർമലി അറിയാം, 3 കാര്യങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ടാണ് വോളിയം എടുക്കുന്നത്, നീളം × വീതി × ഉയരം. അപ്പൊ അവിടെ യൂണിറ്റ് എപ്പോഴും ക്യൂബിക് യൂണിറ്റ് ആയിരിക്കും, 3 എണ്ണത്തിന്റെ ഏകകമായിരിക്കും, L × B × H. അപ്പൊ എന്താണ് നോർമലി യൂണിറ്റ് വരുന്നത്, ഒന്നെങ്കിൽ cm³ അല്ലെങ്കിൽ m³. അപ്പം ഇത് ലിക്വിഡ് ദ്രാവകമാകുമ്പോൾ നമ്മൾ അതിനെ എന്താക്കും, യൂണിറ്റ് ലിറ്ററിലേക്ക് ആക്കാറുണ്ട്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന 2 യൂണിറ്റുകൾ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ഘന ആയിരിക്കും, അതായത് 1000 cm³ ആയിരിക്കും. അതുപോലെ തന്നെ 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 m³ ആയിരിക്കും. 1 m³ എന്ന് പറഞ്ഞാൽ അതിൽ 1000 ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ള കാര്യവും നമുക്ക് യൂണിറ്റിന്റെ കൺവേർഷൻ ആയിട്ട് ഈ പാഠത്തിൽ ആവശ്യമുണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ തരൂല, നമുക്ക് അറിഞ്ഞിരിക്കണം ഈ കാര്യം. ഇത് യൂസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇന്നത്തെ 10 ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഈ പാഠത്തിലെ ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, സിമ്പിൾ ചോദ്യമാണ്. ഒരു ഇഷ്ടികക്ക് 21 സെന്റിമീറ്റർ നീളവും 15 സെന്റിമീറ്റർ വീതിയും
7 സെന്റിമീറ്റർ ഉയരവുമുണ്ട്. ഇതിന്റെ വ്യാപ്തം എത്രയാണ്? വളരെ ഡയറക്റ്റായ ചോദ്യമാണല്ലോ. എന്ത് ചെയ്താൽ മതി? വ്യാപ്തം, വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വോളിയം ഈസ് ഈക്വൽ ടു നീളം L ഇൻറ്റു വീതി B ഇൻറ്റു H LBH 21 ഇൻറ്റു 15 ഇൻറ്റു 7 21 ഇൻറ്റു 15 ഇൻറ്റു 7 ഗുണിക്കുമ്പോൾ നമുക്ക് 2205 എന്ന് കിട്ടും. ഇതെല്ലാം സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ഘന സെന്റിമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്ററിലായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. ഇതിൽ കൺഫ്യൂസിങ് ആക്കാനുള്ള ഒരു കാര്യവുമില്ല. എന്തേ ഉള്ളൂ? ഡയറക്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. അപ്പൊ വ്യാപ്തം എന്താണെന്ന് ചോദിച്ചാൽ L ഇൻറ്റു B ഇൻറ്റു H. L എത്ര? L 21, B 15, H 7. 21 ഇൻറ്റു 15 ഇൻറ്റു 7. നമ്മുടെ ഉത്തരം 2205 സെന്റിമീറ്റർ ക്യൂബ്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സമചതുരക്കട്ടയുടെ ഒരു വശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ വ്യാപ്തം എത്രയാണ്? ആദ്യത്തെ ചോദ്യം. ഒരു ഘന സെന്റിമീറ്റർ ഇരുമ്പിന്റെ ഭാരം 8 ഗ്രാം ആണ്. ഈ കട്ടയുടെ ഭാരം എത്രയാണ്? ഇപ്പൊ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ആ ഭാരമാണ്. അപ്പൊ ഇവിടെ സമചതുരക്കട്ടയാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ ചതുരക്കട്ടയായിരുന്നു. സമചതുരക്കട്ടയാവുമ്പോൾ എന്താണ് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം? വോളിയം കാണാൻ നീളവും വീതിയും ഉയരവും എല്ലാം തുല്യമാണ്. അപ്പൊ വോളിയം കാണാൻ എന്ത് ചെയ്താൽ മതി? A ക്യൂബ് കണ്ടാൽ മതി. A ക്യൂബ്. A എന്ന് പറഞ്ഞാൽ ഒരു വശം, എയുടെ ക്യൂബ് ആയിരിക്കും നമ്മുടെ ഉത്തരം. അപ്പൊ 8ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 512 സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം തന്നിട്ടുണ്ട്. എന്താണ്? ഒരു ഘന സെന്റിമീറ്റർ ഇരുമ്പിന്റെ ഭാരം 8 ഗ്രാം ആണ്. അതായത് 1 സെന്റിമീറ്റർ ക്യൂബ് ഇരുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഭാരം 8 ഗ്രാം ആണ്. അപ്പൊ ഈ 512 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ ആ കട്ടയുടെ ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എത്രയായിരിക്കും? ഒന്നിൻ്റേത് 8 ഗ്രാം ആണെങ്കിൽ 512ൻ്റേത് എത്രയായിരിക്കും? 512 ഇൻറ്റു 8 അത്രയും ഗ്രാം ആയിരിക്കും. അതായത് 4096 ഗ്രാം. 4096 ഗ്രാം കിട്ടിയല്ലോ. സിമ്പിളാണ്. ഒരു സെന്റിമീറ്റർ ക്യൂബിന്റെ വെയിറ്റ് 8 ഗ്രാം ആണെങ്കിൽ 512 സെന്റിമീറ്റർ ക്യൂബിന്റെ ഭാരം 4096. 512 ഇൻറ്റു 8. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കാം. ഓപ്ഷനിൽ നോക്കുമ്പോൾ ഇവിടെ കിലോഗ്രാം, 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 കിലോഗ്രാം. ഓപ്ഷനിലുള്ളതെല്ലാം കിലോഗ്രാം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കിട്ടിയ ഗ്രാമിനെ കിലോഗ്രാം ആക്കേണ്ടി വരും. അപ്പൊ ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 1000 ഗ്രാം ചേർന്നാലാണ് 1 കിലോഗ്രാം ഉണ്ടാവുക. 1000 ഗ്രാം തൂക്കിയെടുത്താൽ അതൊരു കിലോഗ്രാം ആണ്. അപ്പൊ ഇവിടെ ഈ തന്ന ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. 4096 ഡിവൈഡഡ് ബൈ 1000 ഡിവൈഡ് ചെയ്യുമ്പോൾ 4.096 കിലോഗ്രാം. ഉത്തരം ഏതാണ് വരിക? ഉത്തരം സി. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ഉത്തരം. ഗ്രാമിൽ കിട്ടിയ ഉത്തരത്തിന് കിലോഗ്രാമിലേക്ക് മാറ്റി, അത്രയേ ഉള്ളൂ. ഓപ്ഷൻ അനുസരിച്ച് മാറ്റി. ആ ഒരു കൺവേർഷനെ അവിടെ ചെയ്തിട്ടുള്ളൂ. മൂന്നാമത്തെ ചോദ്യം നോക്കാലോ. മൂന്നാമത്തെ ചോദ്യം. ഒരു മരക്കട്ടക്ക് 9 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുണ്ട്. ഇതിന്റെ വ്യാപ്തം 180 ഘന സെന്റിമീറ്റർ. ഉയരം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പം ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം തന്നിട്ടുണ്ട്. വോളിയം 180 ആണെന്ന് തന്നിട്ടുണ്ട്. 180 സെന്റിമീറ്റർ ക്യൂബ്, ഘന സെന്റിമീറ്റർ. ഇതിൽ എന്തൊക്കെ തന്നു നമുക്ക്? L ഇൻറ്റു B ഇൻറ്റു H ആണ് ഈ സാധനം. ഈ L ഇൻറ്റു B ഇൻറ്റു Hല് നമുക്ക് നീളം തന്നു, വീതി തന്നു, L തന്നു, B തന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. 9 ഇൻറ്റു 4 ഇൻറ്റു H ചെയ്യുമ്പോൾ 180 കിട്ടും. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം ചെയ്യുമ്പോൾ വ്യാപ്തം കിട്ടണം. അതില് നീളവും അതുപോലെ വീതിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉയരം കാണാൻ എന്ത് ചെയ്താൽ മതി? ഉയരം ഈസ് ഈക്വൽ ടു H ഈസ് ഈക്വൽ ടു 180 ഹരിക്കണം 9 ഇൻറ്റു 4. ഇതൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 5 സെന്റിമീറ്റർ ആയിരിക്കും. ഈ ഓപ്ഷനിൽ ഉത്തരം മീറ്ററിലാണ്. മീറ്ററിൽ കിട്ടൂല. കാരണം എന്താണ് മീറ്റർ കിട്ടാതിരിക്കാൻ കാരണം?
ഇവിടെ തന്നത് ഇത് സെന്റിമീറ്റർ ആണ്, ഇത് സെന്റിമീറ്റർ ആണ്, ഇത് ഘന സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത് നമുക്ക് ഉത്തരമായിട്ട് കിട്ടൂല. നമ്മുടെ ഉത്തരം 5 സെന്റിമീറ്റർ ആയിരിക്കും. നീളം 9, വീതി 4, ഉയരം 5 സെന്റിമീറ്റർ. ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ തന്ന വോളിയം കിട്ടും. എത്രയാണ്? 180 ഘന സെന്റിമീറ്റർ കിട്ടും. ആദ്യത്തെ 3 ചോദ്യങ്ങളും വളരെ ഡയറക്റ്റ് L×B×H മാത്രം വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചും കൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തിൽ വരുന്നുണ്ട്. ഓരോന്നായിട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ചതുരാകൃതിയുള്ള ഒരു പെട്ടിയുടെ അകത്തെ നീളവും വീതിയും ഉയരവും 4 സെന്റിമീറ്റർ വീതമാണ്. പെട്ടിയുടെ ഉള്ളളവ് എത്രയാണ്? ഈ പെട്ടിയിൽ 2 സെന്റിമീറ്റർ വീതം വശമുള്ള എത്ര സമചതുരക്കട്ടകൾ അടുക്കി വെക്കാം എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ചതുരാകൃതിയിലുള്ള പെട്ടിയുടെ നീളവും വീതിയും ഉയരമൊക്കെ സെയിം ആണ്. അപ്പൊ ഇത് സമചതുരക്കട്ടയാണ് ആക്ച്വലി. പക്ഷെ അവരെ സമചതുരക്കട്ട എന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. നീളം വീതി ഉയരം ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഉള്ളളവ് എത്രയാണെന്ന് ചോദിച്ചു. ഉള്ളളവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? വ്യാപ്തത്തിന് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഉള്ളളവ്. അപ്പൊ ഉള്ളളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാപ്തം തന്നെയാണ് കാണുന്നത്. പിന്നെ പറഞ്ഞു 2 സെന്റിമീറ്റർ വീതം വശമുള്ള എത്ര സമചതുരക്കട്ടകൾ അടുക്കി വെക്കാം എന്നാണ് ചോദ്യം. അപ്പം ഇവിടെ ഒരു വലിയ പെട്ടിയുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ 2ൻ്റെ കുറേ ചെറിയ പെട്ടി വെക്കുന്നുണ്ട്. അപ്പം എത്ര 2ൻ്റെ ചെറിയ പെട്ടി വെക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ബോക്സസ് അല്ലെങ്കിൽ ചെറിയ ബോക്സസ് കാണാൻ എന്ത് ചെയ്താൽ മതി? വലിയ വോളിയം ഹരിക്കണം ചെറിയ വോളിയം. മേലെ ഉള്ളതിൻ്റെ വശം 4 ആണ്. അപ്പം മേലെ ഉള്ള വോളിയം 4×4×4 ഹരിക്കണം ചെറിയത് താഴെ 2 ആണ്. അപ്പം 2×2×2 ഈ ഹരണം ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ 4ഉം 2ഉം വെട്ടി. നമ്മുടെ ഉത്തരം 8 ആയിരിക്കും. 8 സമചതുരക്കട്ടകൾ ഇതിൽ അടുക്കി വെക്കാൻ പറ്റും. 8 സമചതുരക്കട്ടകൾ ഇതിനുള്ളിൽ അടുക്കി വെക്കാൻ നമുക്ക് സാധിക്കും. കാരണം എന്താണ്? ആദ്യത്തേതിൻ്റെത് നീളം വീതി ഉയരം 4 ആണ്. അപ്പൊ അവിടെ വോളിയം 4×4×4. രണ്ടാമത്തേതിന്റെ എത്രയാണ്? 2 ആണ് സൈഡ് സമചതുരക്കട്ട. അപ്പൊ 2×2×2 4×4×4 അവിടെ മൊത്തത്തിലുള്ള വോളിയമാണ്. ആ വോളിയത്തിനെ ചെറിയ ബോക്സിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എണ്ണം വേണമെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ 4×4×4നെ 2×2×2 കൊണ്ട് ഹരിച്ചു. നമ്മുടെ ഉത്തരം 8. 8 സമചതുരക്കട്ടകൾ നമുക്ക് അതിനുള്ളിൽ അടുക്കി വെക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ചതുരാകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്കിന്റെ അകത്തെ അളവുകൾ 70 സെന്റിമീറ്റർ, 80 സെന്റിമീറ്റർ, 90 സെന്റിമീറ്റർ വീതമാണ്. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അപ്പൊ തന്നിട്ടുള്ള അളവുകൾ സെന്റിമീറ്ററിലാണ്. അപ്പൊ സെന്റിമീറ്ററിലുള്ള നീളം വീതി ഉയരം ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഞാനൊരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നല്ലോ കുറച്ച് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ കൺവേർഷൻസ്, അത് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വോളിയം കാണാം. വോളിയം ഈസ് ഈക്വൽ ടു L×B×H. L എത്ര? L 70, B 80, ഇത് 90. ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പം 504 പിന്നെ ഒരു 30 സെന്റിമീറ്റർ ക്യൂബ്. ഇത്രയും സെന്റിമീറ്റർ ക്യൂബാണ് നമ്മുടെ ഉത്തരം. പക്ഷെ ഓപ്ഷനിൽ ഉള്ളതൊക്കെ എന്താണ്? ഓപ്ഷനിൽ ഇവിടെ തന്നതൊക്കെ ലിറ്റർ ആണ്. എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ച കൺവേർഷൻ എന്തായിരുന്നു? 1000 സെന്റിമീറ്റർ ക്യൂബ് ചേർന്നാലാണ് 1 ലിറ്റർ ആവുക. ഇതാണ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ട കൺവേർഷൻ. 1000 സെന്റിമീറ്റർ ക്യൂബാണ് 1 ലിറ്റർ. അപ്പൊ ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനെന്ത് ചെയ്യേണ്ടി വരും? ഈ സാധനത്തിനെ 1000 കൊണ്ട് ഹരിക്കണം. അതായത് ഇതിനുള്ളിൽ എത്ര 1000 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ അതാണ് ലിറ്ററിലുള്ള അളവ്. 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്. അപ്പൊ ഈ ഒരു നമ്പറിന്റെ ഉള്ളിൽ എത്ര 1000 വന്നു അത്രയും ലിറ്റർ ഉണ്ടാവും. അപ്പൊ ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ക്യാൻസൽ ചെയ്തു. നമ്മുടെ ഉത്തരം 504 ലിറ്റർ. 504 ലിറ്റർ വെള്ളമായിരിക്കും ഇതിൽ കൊള്ളുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് വന്നത് ഒരു യൂണിറ്റ് കൺവേർഷൻ വന്നു. ഒരു ഏകകത്തിൽ നിന്ന് വേറൊരു ഏകകത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വന്നു.
സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഘന സെന്റിമീറ്ററിലുള്ളതിനെ ലിറ്ററിലേക്ക് മാറ്റേണ്ടി വന്നു. വേറെ വ്യത്യാസമൊന്നുമില്ല ഈ ക്വസ്റ്റ്യൻ മുമ്പ് ചെയ്ത ചോദ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ ആണല്ലോ. ആറാമത്തെ ചോദ്യം നോക്കാം. 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും 1 സെന്റിമീറ്റർ ഉയരവുമുള്ള ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങാകും? അപ്പൊ ഇവിടെ ഒരു അളവ് തന്നിട്ടുണ്ട്, 4, 3, 1. ആക്ച്വലി അളവ് തന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ, ഒരു കുഴപ്പമില്ല. എന്തായാലും അളവ് തന്നതുകൊണ്ട് അത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ആദ്യം ഉണ്ടായിരുന്ന വോളിയം എന്ന് പറഞ്ഞാൽ ചതുരക്കട്ടയുടെ വോളിയം 4 × 3 × 1, ചതുരക്കട്ടയുടെ വോളിയം 12 സെന്റിമീറ്റർ ക്യൂബ്. ഇനി ഇത് പുതിയതൊക്കെ എന്തായി? നീളവും വീതിയും ഉയരൊക്കെ ഇരട്ടിച്ചു. അപ്പൊ നീളവും വീതിയും ഉയരൊക്കെ ഇരട്ടിച്ചാൽ എന്ത് സംഭവിക്കും? 4 ഉള്ളത് 8 ആവും, 3 ഉള്ളത് 6 ആവും, 1 ഉള്ളത് 2 ആവും. അപ്പൊ ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 96 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. 8 × 6 48, 48 × 2 96 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഇപ്പോൾ വോളിയം എത്ര മടങ്ങായി എന്നാണ് ചോദ്യം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര മടങ്ങ് കൂടി കണ്ടെത്താലോ. 96നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര മടങ്ങ് കൂടും? 8 മടങ്ങ് കൂടും. പണ്ടുണ്ടായിരുന്ന വോളിയത്തിന്റെ 8 മടങ്ങ് ഇപ്പോൾ ഉണ്ടാവും. പണ്ടുണ്ടായിരുന്ന വോളിയം 12 ആണ്, ഇപ്പോഴത്തെ വോളിയം 96 ആണ്. 8 മടങ്ങിന്റെ ഇൻക്രീസ് ഇവിടെ വന്നു, 8 മടങ്ങിന്റെ ഇൻക്രീസ്. പിന്നെ ഇതേ ചോദ്യം തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ നീളം വീതി ഉയരമൊന്നും ഇല്ലാന്ന് വിചാരിക്കുക, വാല്യൂ തന്നിട്ടില്ലെങ്കിലും ചെയ്യാം. ഏത് നീളം വീതി ഉയരാണെങ്കിലും വ്യാപ്തത്തിലുള്ള ഇൻക്രീസ് 8 മടങ്ങ് തന്നെ ആയിരിക്കും. കാരണം ആദ്യത്തെ വോളിയം നോക്കൂ, L × B × H ആണ്, അതായത് LBH എന്ന് പറയാം ഷോർട്ടായിട്ട്. പിന്നെ ന്യൂ വോളിയം, പുതിയ വോളിയം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നീളം ഇരട്ടിയായി 2L, വീതി ഇരട്ടിയായി 2B, ഉയരം ഇരട്ടിയായി 2H. അപ്പം ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 8 LBH എന്ന് വരും. 8 × LBH. അപ്പോൾ മുമ്പ് LBH ആയിരുന്നു, ഇപ്പം 8 LBH ആയി. ഉത്തരം 8 മടങ്ങ്. അപ്പം ഇവിടെ 4, 3, 1 എന്ന് തന്നിട്ടില്ലെങ്കിലും നമ്മുടെ ഉത്തരം 8 തന്നെയാണ്. ആ അളവിന് അവിടെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എല്ലാം ഇരട്ടിയായാൽ വോളിയം 8 മടങ്ങാവും. ഇത് സമചതുരക്കട്ടയുടെ കേസിലാവുമ്പോൾ എല്ലാം ഇരട്ടി ആവണം എന്നില്ല, കാരണം അവിടെ ഒരു വശമേ ഉള്ളൂ. ഈ ഒരു വശം എല്ലാം ഈക്വൽ ആണ്. അപ്പൊ 1 ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ വശം ഇരട്ടിയായാൽ, ഒരു സമചതുരക്കട്ടയിലെ വശം ഇരട്ടിയായാൽ വോളിയം എത്രയാവും? വോളിയം ഇരട്ടിയുടെ ക്യൂബ്, അതായത് 8 മടങ്ങ്. വശം 3 മടങ്ങായാൽ ഇവിടെ 3ന്റെ ക്യൂബാവും. ഉത്തരം 27 മടങ്ങാവും. വശം 2 ഇരട്ടി, 1 ഇരട്ടിയായാൽ 8 മടങ്ങ്, 3 ഇരട്ടിയായാലും 3ന്റെ ക്യൂബ് ആവും. 3ന്റെ ക്യൂബ് 27 മടങ്ങായിരിക്കും വോളിയം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. അകത്തെ നീളം 80 സെന്റിമീറ്ററും വീതി 60 സെന്റിമീറ്ററും ഉയരം 50 സെന്റിമീറ്ററും ആയ ഒരു പാത്രത്തിൽ 15 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. ഇത് നിറയാൻ ഇനി എത്ര വെള്ളം കൂടെ വേണം എന്നാണ് ചോദ്യം. അപ്പം ഇതിൽ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഞാൻ പറയാം. അപ്പം ഇങ്ങനെയുള്ള ഒരു പാത്രമുണ്ട് എന്ന് വിചാരിക്കാം. അപ്പം ഈ പാത്രത്തിൽ നീളവും വീതിയും ഓൾറെഡി സെയിം ആയിരിക്കും. ഈ പാത്രത്തിൻ്റെ എവിടെ നോക്കിയാലും ഇത് 80, ഇത് 60, ഉയരം മൊത്തത്തിൽ 50 ആണ്. 80, 60, 50. അതിലെന്തുണ്ട്? 15 സെന്റിമീറ്റർ ഉയരത്തിൽ ഇപ്പോൾ വെള്ളമുണ്ട്. അപ്പോൾ പാത്രത്തിൽ വെള്ളം നിറച്ചാൽ അത് പരന്നാണ് നിൽക്കുക, എല്ലാ ഭാഗത്തേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് വെള്ളം നിൽക്കുക. അപ്പോൾ ഒരു 15 സെന്റിമീറ്റർ ഉയരം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ വരയ്ക്കാം. ഇത്രയും ഭാഗത്തിൽ എന്തുണ്ട്? ഇത്രയും ഭാഗം വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഇത്രയും ഭാഗം വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഏത് ഉയരം വരെ? 50-ലെ 15 ഉയരം വരെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഇനി വെള്ളം ഫില്ല് ആവണമെങ്കിൽ, ആ പാത്രം ഫുള്ളായിട്ട് നിറയണമെങ്കിൽ ഉയരത്തിൽ ഇനി എത്ര ബാക്കിയുണ്ട്? ആകെ 50 ഉയരമാണ്, അതിൽ 15 ഉയരം വരെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇത് ഫുള്ളാവണമെങ്കിൽ ഇവിടെയുള്ള 35 ഉയരം എന്താവണം? ആ ഉയരത്തിലും കൂടെ വെള്ളം നിറയണം. അപ്പൊ ഞാൻ ഏകദേശം കളർ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ഒരു ഭാഗത്തിൽ ഇനി എന്ത് ചെയ്യണം? ഈ ഒരു പച്ചയിൽ അടിച്ച ഭാഗത്തിൽ ഇനി വെള്ളം നിറയണം, അത്രയും ഭാഗം. അപ്പൊ അവിടെയും നീളം വീതി സെയിം ആണ്. 80, 60 ഉള്ള പാത്രത്തിൽ വെള്ളം നിറച്ചാൽ 80, 60 ഫുള്ളായിട്ട് നിൽക്കും. ഉയരം 15 വരെ നിൽക്കുന്നു. ഇനി അപ്പോൾ ബാക്കിയുള്ള വോളിയം എത്ര എന്ന് ചോദിച്ചാൽ 80, 60 സെയിം ആയിരിക്കും.
ഇതിൽ 50-ൽ 15 പോയി. അപ്പം ഇനി എത്ര ബാക്കിയുണ്ട്? 35 ഉണ്ടാവും. 35 ഉണ്ടാവും. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ഗുണിക്കാം നമുക്ക്. 8 × 6 48. 48 × 35. 8 5 40, ബാക്കി 4 24. 8 3 24, ബാക്കി 2 144. 0 8 6 1 1 6 8 0 0 സെന്റിമീറ്റർ ക്യൂബാണ്. ഇത്രയും വോളിയം ഇനി കിട്ടിയാലേ എന്താവുള്ളൂ? ഇത് ഫുൾ ആവുള്ളൂ. അതായത് ഉയരത്തിൽ 50 ഉയരമുണ്ട്. മൊത്തം ടാങ്കിന്റെ ഉയരം 50 ആണ്. അതിൽ 15 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. അപ്പൊ ഇനി വെള്ളം എത്രയും കൂടെ കിട്ടിയാലേ ഇത് ഫുൾ ആവുള്ളൂ. 50 - 15 35 സെന്റിമീറ്റർ ഉയരത്തിലും കൂടെ വെള്ളം വരണം. അപ്പൊ മൊത്തം ഇനി നിറയേണ്ട വോളിയം എത്രയെന്ന് ചോദിച്ചാൽ, എത്ര വെള്ളം കൂടെ വേണം എന്ന് ചോദിച്ചാൽ ഇത്രയും വെള്ളം വേണം. അപ്പൊ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കി. 1650 ഉണ്ട്, 168 ഉണ്ട്, 2 ലിറ്ററിലും ഉണ്ട്. അപ്പൊ സെന്റിമീറ്ററിൽ ക്യൂബിലുള്ളതൊന്നും ഇതിനോട് മാച്ച് ആവുന്നില്ല. അപ്പൊ നമുക്ക് ഇതിനെ ലിറ്ററിലേക്ക് മാറ്റാം. നേരത്തെ പറഞ്ഞു ലിറ്ററിലേക്ക് മാറ്റാൻ എന്താ ചെയ്യാം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1,68,000-നെ 1000 കൊണ്ട് ഹരിച്ചാൽ നമ്മുടെ ഉത്തരം 168 ലിറ്റർ. അത്രയും ലിറ്റർ വെള്ളം കൂടെ വന്നാൽ ഇതെന്താവും? ഇത് നിറയും. പിന്നെ വേറൊരു വഴിയുള്ളത്, ആദ്യം മൊത്തം വോളിയം കാണാം. 80 × 60 × 50 ചെയ്യാം. അതിൽ നിന്നും 80 × 60 × 15 കുറക്കുക. അപ്പോഴും നമ്മൾ ഇതിലേക്ക് തന്നെ എത്തും. ഞാൻ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട്, അതായത് ഒരു വഴി എന്ന് പറഞ്ഞാൽ ഫുൾ വോളിയം, ആദ്യം ഉണ്ടായിരുന്ന ഫുൾ വോളിയം ഇത്രയാണ്. ഇതിൽ നിന്ന് ഇപ്പൊ നിറഞ്ഞ വോളിയം 80 × 60 × 15 ഇപ്പൊ നിറഞ്ഞത്, ഇതിന്റെ വ്യത്യാസം എടുത്താൽ കിട്ടുന്ന ഉത്തരമായിരിക്കും എന്ത്? ചോദ്യത്തിന്റെ ഉത്തരം അത് തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ ആ ഒരു സ്റ്റെപ്പിലേക്ക് പോവാതെ നമുക്ക് കോമൺ ആയിട്ട് ആവശ്യമുള്ള ഭാഗം മാത്രം ചെയ്തു. നമുക്ക് 35ന്റെ ഉയരമുള്ള ഭാഗമാണ് ആവശ്യം. അപ്പം അത് എത്രയും നേരിട്ട് കണ്ടെത്തി. അത് 1,68,000 സെന്റിമീറ്റർ ക്യൂബാണ്. അപ്പം അത് ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ 168 ലിറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? വെള്ളവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചതുരാകൃതിയിലുള്ള ഒരു കുളം നിർമ്മിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചു. കുളത്തിന് 20 മീറ്റർ നീളവും 15 മീറ്റർ വീതിയും 2 മീറ്റർ ആഴവുമാണ് നിശ്ചയിച്ചത്. ഇതിലെ മണ്ണ് 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും 1 മീറ്റർ ഉയരവുമുള്ള ലോറികളിൽ നീക്കുകയാണെങ്കിൽ എത്ര ലോറി മണ്ണുണ്ടാകും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ വലിയൊരു കുഴി കുഴിക്കാൻ, കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ കുളത്തിൻ്റെ വോളിയം എത്രയാണോ, ആ കുളത്തിൻ്റെ വ്യാപ്തം എത്രയാണോ, അത്രയും മണ്ണ് നമ്മൾ പുറത്തെടുക്കുന്നുണ്ടാവും. കുളം ഉണ്ടാക്കുമ്പോൾ ആ മണ്ണ് കോരി പുറത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എത്ര നമ്മൾ കുളം ഉണ്ടാക്കാൻ മണ്ണെടുത്തോ അത്രയും, എത്ര വോളിയം കുളത്തിനുണ്ടോ അത്രയും വോളിയം മണ്ണുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ വോളിയത്തിന് ചെറിയ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലോറിയുടെ എണ്ണം കിട്ടും. അപ്പോൾ ലോറിയുടെ എണ്ണം എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെ വരിക? 20 × 15 × 2 കുളത്തിൻ്റെ വോളിയം ഈസ് ഈക്വൽ ടു, ലോറികളുടെ എണ്ണം എക്സ് ആണെങ്കിൽ എക്സ് × 3 × 2 × 1. ഒരു ലോറിയിൽ കൊള്ളുന്ന മണ്ണ് 20 × 15 × 2 ലോറികളുടെ എണ്ണം ഇൻറ്റു ഒരു ലോറി. അത്രയും ലോറികൾ വേണ്ടി വരും. എക്സ് ലോറി ആണെങ്കിൽ എക്സിന്റെ എണ്ണം കണ്ടെത്തിയാൽ മതി. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ഒരു ബോക്സിൽ ചെറിയ ബോക്സ് വെക്കുമ്പോഴും ചെയ്തത്. അതേ ലോജിക്ക് തന്നെയാണ്. അപ്പോൾ 20 × 15 × 2 ഹരിക്കണം 3 × 2 × 1. ഒരു ലോറിയുടെ വോളിയം 15നെ 3 കൊണ്ട് വെട്ടി 5, 2 2 വെട്ടി 20 × 5 100 ലോറി വേണ്ടി വരും. ഈ പറഞ്ഞ കുളം നിർമ്മിക്കാൻ നമുക്ക് 100 ലോറി മണ്ണ് നമുക്ക് പുറത്തോട്ട് നീക്കാനുണ്ടാവും. കാരണം ഒരു ലോറിയിൽ ആകെ 3 × 2 × 1 6 കൊള്ളുന്നുള്ളൂ. മേലെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 600 കിട്ടും. 600/6 100 ലോറി മണ്ണ് ഉണ്ടാവും. കാരണം ആ ഒരു കുളത്തിന്റെ ടോട്ടൽ വോളിയം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? അവിടുന്ന് പുറത്തെടുക്കുന്ന മണ്ണിന്റെ വോളിയം ആയിരിക്കും. അപ്പൊ അതിന് നമ്മൾ ഒരു ലോറിയുടെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ലോറികളുടെ എണ്ണം കിട്ടും. ഉത്തരം 100. 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നേരത്തെ നമ്മൾ ചെയ്ത മോഡൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു അക്വേറിയത്തിന്റെ ഉൾഭാഗത്തിന് 60 സെന്റിമീറ്റർ നീളവും 30 സെന്റിമീറ്റർ വീതിയുമുണ്ട്. 60 സെന്റിമീറ്റർ നീളവും 30 സെന്റിമീറ്റർ
എന്തുണ്ട്? വീതിയുമുണ്ട് എന്ന് പറഞ്ഞു. പകുതി ഉയരത്തിൽ വെള്ളമുണ്ട്. ഈ അക്വേറിയത്തിന്റെ പകുതി വെള്ളം ഇപ്പം ഉണ്ട്. ഇതിലേക്കൊരു കല്ല് താഴ്ത്തിയപ്പോൾ വെള്ളം 10 സെന്റിമീറ്റർ കൂടി ഉയർന്നു. കല്ലിന്റെ വ്യാപ്തം എത്ര എന്നാണ് ചോദ്യം. നമ്മൾ സയൻസിലുള്ള ഒരു കാര്യം കൂടെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വെള്ളത്തിലേക്ക് നമ്മൾ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ വെള്ളം എത്ര റൈസ് ചെയ്യുന്നോ അത്രയും വോളിയം എന്തിനുണ്ടാവും? ആ കല്ലിനുണ്ടാവും. ആ ഒരു കല്ലിന് അത്രയും ഉണ്ടാവും. ആ ഒരു പ്രിൻസിപ്പിളും കൂടെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചിത്രം വെച്ച് പറയാം. 60 സെന്റിമീറ്റർ നീളം, 30 സെന്റിമീറ്റർ വീതി. ഇതിൽ എന്തുണ്ട്? പകുതി വെള്ളമുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ അക്വേറിയത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും പരന്നിട്ടാണ് കിടക്കുക. അതായത് 60-30 എന്നുള്ള നീളം വീതി ഭാഗത്തിൽ വെള്ളം ഫുള്ളായിട്ട് പരന്നിട്ടുണ്ടാവും. ഉയരത്തിൽ മാത്രമേ നമുക്ക് നോക്കാനുണ്ടാവുള്ളൂ. ബാക്കി ഈ ഭാഗത്ത് ഫുൾ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. ഇനി നമ്മളോട് പറഞ്ഞ എന്താണ്? കല്ലിട്ടപ്പോൾ വെള്ളം ഒരു 10 സെന്റിമീറ്റർ കൂടി. ഇത്ര കൂടി എന്ന് വിചാരിക്കാം. ഒരു 10 സെന്റിമീറ്റർ വെള്ളം കൂടി. ഓക്കെ, കല്ലിട്ടപ്പോഴാണ് അത് കൂടിയത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം? ആ ഒരു കൂടിയ ഭാഗം ഉണ്ടല്ലോ വെള്ളം, അത്രയും വോളിയം നമ്മുടെ കല്ലിനുണ്ടാവും. ഇത്ര വെള്ളം കൂടി എന്ന് വിചാരിക്കുക. ഒരു 10 സെന്റിമീറ്റർ വെള്ളം കൂടി കല്ലിട്ടപ്പോൾ. ആ കൂടിയ വെള്ളമാണ് എന്ത്? കല്ലിന്റെ വോളിയം. അപ്പൊ നീളം ഇവിടെയും 80 തന്നെയാണ്, വീതി ഇവിടെയും 60 തന്നെയാണ്. ഇവിടെ ഉയരം എത്ര എന്ന് ചോദിച്ചാൽ വെള്ളം കൂടിയ ഉയരം 10 സെന്റിമീറ്റർ. ഓക്കെ, ഓൾറെഡി 80 അല്ല, 60 30 10. അതായത് താഴെ എത്രയാണോ ഇതിന്റെ നീളം, ഇതിന്റെ വീതി, അതേ നീളവും വീതിയിലും തന്നെ വെള്ളം കൂടുള്ളൂ. വെള്ളം പൊന്തെന്ന് പറഞ്ഞാൽ ഈവൺ ആയിട്ടേ പൊന്തുള്ളൂ. നേരത്തെ പറഞ്ഞു 60 30 10 ആയിരിക്കും എന്ത്? വെള്ളം പൊന്തിയ അളവ്. അതേ അളവ് തന്നെ ആയിരിക്കും കല്ലിന്റെ വോളിയം. അപ്പൊ കല്ലിന്റെ വ്യാപ്തം എത്ര എന്ന് ചോദിച്ചാൽ 60 നീളം, ഉയരം 10, വീതി 30. 60 × 30 × 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18,000 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി 18,000 സെന്റിമീറ്റർ ക്യൂബ്. ഓൾറെഡി പകുതി വരെ വെള്ളമുണ്ട്. അതിൽ നിന്ന് കല്ലിട്ടപ്പോൾ ഒരു 10 സെന്റിമീറ്റർ കൂടി എന്ന് പറഞ്ഞാൽ ആ 10 സെന്റിമീറ്റർ കൂടുതൽ എത്ര വെള്ളം വന്നോ ആ വെള്ളമാണ് കല്ലിന്റെ വോളിയം. അപ്പൊ ആ വെള്ളം പൊന്തിയത് 60 നീളത്തിലും 30 വീതിയിലും 10 ഉയരത്തിലുമാണ്. 60 × 30 × 10 18,000 സെന്റിമീറ്റർ ക്യൂബാണ് വെള്ളം പൊന്തിയത്. അത്രയും വോളിയം വെള്ളം പൊന്തി. ആ വോളിയം തന്നെയാണ് നമ്മുടെ കല്ലിന്റെ വോളിയം. അപ്പൊ കല്ലിന്റെ വോളിയം 18,000 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ചോദ്യം, ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പ് കട്ടയുടെ നീളം 20 സെന്റിമീറ്ററും വീതി 10 സെന്റിമീറ്ററും ഉയരം 5 സെന്റിമീറ്ററുമാണ്. ഇത് ഉരുക്കി ഒരു സമചതുരക്കട്ട ഉണ്ടാക്കിയാൽ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? അപ്പം ഏതൊരു 3D ഷേപ്പും ഉരുക്കിയിട്ട് വേറൊരു 3D ഷേപ്പ് ആക്കുമ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ആയി മാറാതെ നിൽക്കുന്നത് വോളിയമാണ്. അപ്പൊ നമ്മള് ചതുരാകൃതിയിലുള്ള ഇരുമ്പ് കട്ടയുടെ വോളിയം കാണാം. അത് എത്ര? 20 × നീളം × വീതി × ഉയരം. ഈ വോളിയം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ് കിട്ടുന്നത്. ഇതേ വോളിയം ആയിരിക്കും പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമചതുരക്കട്ടയുടെ വോളിയം. വോളിയം ഓഫ് ക്യൂബ് സമചതുരക്കട്ട എത്രയാണ്? ഈ പറഞ്ഞ 1000 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എ ക്യൂബ് = 1000 സെന്റിമീറ്റർ ക്യൂബ്. കാരണം സമചതുരക്കട്ട ആയപ്പോൾ എല്ലാ വശങ്ങളും തുല്യമാണ്. എയുടെ ക്യൂബാണ് 1000 സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ എയുടെ വില എത്രയായിരിക്കും? ഈ 1000ന്റെ ക്യൂബ് റൂട്ട്. 1000ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 1000ന്റെ ക്യൂബ് റൂട്ട് 10 സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ സി ആയിരിക്കും ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി 10 സെന്റിമീറ്റർ. ഇതിന്റെ ഒരു വശം എ ക്യൂബ് 1000 ആണെങ്കിൽ ഒരു വശം 10 സെന്റിമീറ്റർ. ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇത് 6ാം ക്ലാസ് ആണ്. ഇനി വ്യാപ്തത്തിന്റെ വേറെ പാഠങ്ങൾ വലിയ ക്ലാസ്സുകളിൽ വരുന്നുണ്ട്, 9ലും 10ലും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിലും വലിയ ഫിഗേഴ്സും വലിയ കാര്യങ്ങളൊക്കെ വരും. ഇത് വ്യാപ്തത്തിന്റെ ബേസ്, വോളിയത്തിന്റെ ബേസ് തുടങ്ങുന്ന പാഠമാണ്.
ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ചതുരക്കട്ടയുടെ വ്യാപ്തം കണക്കാക്കുന്നതിനുള്ള മാർഗം എന്താണ്? വ്യാപ്തം കണക്കാക്കുന്നതിനുള്ള മാർഗം L × B × H. ഇത് സമചതുരക്കട്ടയായാലും A ക്യൂബും ആവും, എല്ലാം ഈക്വലായി A ക്യൂബ് ആവും. രണ്ടാമത് പറഞ്ഞത് കന സെന്റിമീറ്റർ, കന മീറ്റർ, മില്ലിമീറ്റർ, ലിറ്റർ ഒക്കെ തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചു. 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്. അതേപോലെ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു പറയുമ്പോൾ 1000 ലിറ്ററുമാണ്. ഈ 2 കൺവേർഷൻസ് പഠിച്ചു. പിന്നെ ചതുരപാത്രത്തിന്റെ പെട്ടിയുടെ ഉള്ളളവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, വോളിയം തന്നെ. പിന്നെ ഇത് ഉൾപ്പെടുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ അത്രയുമാണ് പഠിച്ചത്. പ്രായോഗിക പ്രശ്നങ്ങൾ തന്നെ എന്താ? അക്വേറിയം, കല്ലിടുന്നത്, അതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇത്രയും പഠിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ചോദ്യം ഇതോടുകൂടെ നമ്മുടെ സെഷൻ അവസാനിക്കും. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളെ വീഡിയോയുടെ താഴെ എല്ലാവരും കമന്റ് ചെയ്യുക. ചോദ്യം ഇതാണ്: ഒരു ചതുരപാത്രത്തിന് 90 സെന്റിമീറ്റർ നീളവും 40 സെന്റിമീറ്റർ വീതിയുമുണ്ട്. ഇതിൽ 1800 ലിറ്റർ വെള്ളമുണ്ട്. പാത്രത്തിന്റെ ഉയരം എത്ര? അങ്ങനെയാണെങ്കിൽ ഈ പാത്രത്തിന് എത്ര ഉയരമുണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: 50 മീറ്റർ, 50 സെന്റിമീറ്റർ, 5 മീറ്റർ, 0.05 സെന്റിമീറ്റർ. യൂണിറ്റ് കൃത്യമായി നോക്കിയിട്ട് മാത്രം ഇതിന്റെ താഴെ ഉത്തരം കമന്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു 6ാം ക്ലാസ്സിലെ വ്യാപ്തം എന്നുള്ള പാഠം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമന്റ് വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് വേറൊരു SCRT സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ആൾ.